നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. ഒരു നാടിന്റെ ആരോഗ്യം ഉറപ്പുവരുത്തുന്നതിനായി രാവും പകലും സേവനം നടത്തുന്നവരാണ് ആരോഗ്യ പ്രവർത്തകർ. ഡോക്ടർ വന്ദനാദാസിന്റെ കൊലപാതകം സമൂഹ മനസാക്ഷിയെ ഞെട്ടിപ്പിച്ചതാണ്. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ കഴിഞ്ഞ വർഷം ഇതേ ദിവസമായിരുന്നു ഡോക്ടർ വന്ദനാദാസ് ദാരുണമായി മരണത്തിന് കീഴടങ്ങിയത്. ഈ സംഭവത്തിന് ശേഷം ആരോഗ്യ പ്രവർത്തകരുടെ സുരക്ഷയ്ക്കായി നിരവധി പ്രവർത്തനങ്ങളാണ് നടത്തിയത്. കൊട്ടാരക്കര ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടർ വന്ദനാദാസ് ഒന്നാം സ്മൃതി സംഗമം നടത്തി. ഇതിന്റെ ഭാഗമായി കിടപ്പ് രോഗികൾക്ക് ഭക്ഷണ കിറ്റ്, അനുസ്മരണ യോഗം, പുഷ്പാർച്ചന, മൗനജാഥ എന്നിവ നടത്തുകയുണ്ടായി. ഇന്നും ഓരോ ജനങ്ങളുടെ മനസ്സിലും ഡോക്ടർ വന്ദനാദാസ് ജീവിക്കുന്നുണ്ട്. സാറിന്റെ പേരും പൊസിഷനും? എൻ്റെ പേര് ഡോക്ടർ നാഗ് സഞ്ജീവ്. ഞാൻ ഈ ആശുപത്രിയുടെ പോസ്റ്റ് കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസറാണ്. പക്ഷേ RMO ചാർജ് ഇപ്പോൾ വഹിക്കുന്നുണ്ട്. ഇപ്പോൾ ഡോക്ടർ വന്ദനാദാസ് ഈ കൊട്ടാരക്കര ഹോസ്പിറ്റലിൽ വെച്ചിട്ട് കഴിഞ്ഞ വർഷം ഇതേ ദിവസം ഒരു പ്രതിയാൽ മരണത്തിന് കീഴടങ്ങിയൊരു വ്യക്തിയാണ്. അപ്പോൾ ഡോക്ടർക്ക് എന്താ പറയാനുള്ളത്? ആരെടുത്ത് വന്നുള്ള ഒരു തെറ്റാണ്, എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? തീർച്ചയായും ഞാൻ രാവിലെ പറഞ്ഞ അതേ വാചകങ്ങൾ തന്നെയാണ് ഞാൻ ഇപ്പോഴും ഒന്നുകൂടെ പറയാൻ ആഗ്രഹിക്കുന്നത്. അതായത് യാഥാർത്ഥ്യത്തിൽ മാത്രമല്ല, നമ്മുടെ ഒന്നും സങ്കല്പത്തിലോ ഭാവനയിലോ പോലും നടക്കാൻ പാടില്ലാത്തൊരു സംഭവമാണത്. അതായത് ഒരു ഡോക്ടർ അയാളുടെ ജോലി സ്ഥലത്ത് വെച്ച് ആക്രമിക്കപ്പെടുന്ന മാത്രമല്ല, വളരെ മൃഗീയമായി മരണത്തിന് കീഴ്പ്പെടുക എന്നുള്ളത്. ഒരു ആതുര സേവനത്തിനായി ഇറങ്ങിത്തിരിച്ച ഒരു കുട്ടി, അയാൾക്ക് വിജയകരമായി അയാളുടെ ഹൗസ് സർജൻസി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ ഇന്നിപ്പോൾ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്ത് ഒരു ഇൻഡിപെൻഡൻറ്റ് ഡോക്ടറായിട്ട് പ്രാക്ടീസ് ചെയ്യേണ്ടിയിരുന്ന ഒരു കുട്ടി, ഞങ്ങളുടെ ഇടയിൽ കാണപ്പെടേണ്ടിയിരുന്ന ഒരു കുട്ടി വളരെ ദാരുണമായി മരണത്തിന് കീഴടങ്ങേണ്ടി വന്നു. അതും ഒരു മദ്യത്തിനോ മയക്കുമരുന്നിനോ എന്താ വ്യക്തമായിട്ട് അറിയില്ല, അതിന് അടിമയായ ഒരാളെ കൊണ്ട്. എന്തെങ്കിലും മുൻവിരോധമുണ്ടോ ഒന്നും നമുക്ക് വ്യക്തമായിട്ടുള്ള ഒരു ഡീറ്റെയിൽസ് അതിനെപ്പറ്റി അറിയില്ല. ഇൻവെസ്റ്റിഗേഷൻ ഓൺ ഗോയിങ് ആണ്. അവിടെ ആരെങ്കിലും ഭാഗത്തുനിന്ന് വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത്, ഞാൻ ആ സംഭവം നടക്കുന്ന സമയത്ത് ഞാനിവിടെ വർക്ക് ചെയ്യുന്നൊരു ഡോക്ടറല്ല. പക്ഷേ കണ്ടും കേട്ടും ഉള്ള അറിവിൽ പറയുകയാണെങ്കിൽ അതിൽ ആരുടെയും ഒരു എന്താ പറയുക എവിഡൻ്റ് ആയിട്ടുള്ളൊരു തെറ്റുണ്ടോ എന്ന് അറിയില്ല. എല്ലാവരും പകച്ചു പോയ ഒരു നിമിഷമായിരിക്കും. കാരണം ആരും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവമാണ്. ആ ഒരു മൊമെൻറ്റിൽ എങ്ങനെ റിയാക്ട് ചെയ്യണം എന്ന് ആരും പ്രിപ്പയർഡ് അല്ല. ആ ഒരു സംഭവത്തെ എങ്ങനെ ചെയ്യണം എന്നുള്ളതിനെപ്പറ്റി ആർക്കും ആ സമയത്ത് ചിലപ്പോൾ ആരും ഒരു എന്താ പറയുക പ്രോപ്പറായിട്ടൊരു അവയർനെസ് ഉണ്ടായി കാണത്തില്ല. എല്ലാവരും പകച്ചു പോയൊരു നിമിഷമായിരിക്കും. എല്ലാവരുടെ ഒരു നിസ്സഹായതയിൽ കാരണം സംഭവിച്ചതായിരിക്കും. അതിൻ്റെയൊക്കെ കുറ്റബോധം തീർച്ചയായും അവർക്കുണ്ടാവും. അത് അന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടർമാരും സ്റ്റാഫുകളും ഇന്നും നമുക്കിടയിൽ തന്നെ ജോലി ചെയ്യുന്നുണ്ട്. തീർച്ചയായും അവർക്കായിരിക്കും ഏറ്റവും കൂടുതൽ വിഷമവും കുറ്റം. കാരണം അതിൽ ഒരാൾ ചിലപ്പം സ്വന്തം ജീവൻ പണയപ്പെടുത്തി റിസ്ക് എടുത്തിരുന്നെങ്കിൽ ചിലപ്പം രണ്ടുപേരെയും രക്ഷിക്കാൻ പറ്റിയേനെ. എനിക്കറിയില്ല. ഞാനിപ്പോഴും ഞാൻ കണ്ടും കേട്ടും വായിച്ചുള്ള അറിവ് മാത്രമേ എനിക്കുള്ളൂ. ഞാൻ ആ സംഭവം കണ്ട വ്യക്തിയല്ല, ഞാൻ ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന ഡോക്ടറും അല്ല. പക്ഷെ എന്നിരുന്നാലും ആരെങ്കിലുമൊക്കെ ശ്രമിച്ചിരുന്നെങ്കിൽ ഒരു ജീവൻ ഇന്നും നമ്മുടെ ഇടയിൽ ഉണ്ടായേനെ എന്ന് തന്നെയാണ് ഞാനും വിശ്വസിക്കുന്നത്. അപ്പോൾ ഇതിന് ശേഷമാണ് ഹോസ്പിറ്റലിൽ ഡോക്ടർമാർക്കൊക്കെ കൂടുതൽ സുരക്ഷയായിട്ട് നിയമങ്ങൾ വന്നത്. അപ്പം അത് ആദ്യം ഉണ്ടായിരുന്നുവെങ്കിൽ ഇങ്ങനെ ഒരു അവസ്ഥ ഡോക്ടർ വന്ദനാദാസിന് വരില്ലായിരുന്നു. തീർച്ചയായും നമ്മൾ നിരന്തരം പറയാറുള്ളതാണ്, ജോലി സ്ഥലത്ത് വെച്ച് ഡോക്ടർമാർക്ക് ഉണ്ടാകുന്ന ആക്രമണം. ഞാനും അതിന് ആയിട്ടുള്ള വ്യക്തി തന്നെയാണ്. എനിക്കെതിരെയും ഉണ്ടായിട്ടുണ്ട്. ഞാൻ മുമ്പ് വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ എനിക്ക് അതിൻ്റെ കേസ് ഇപ്പോഴും കോടതിയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അത് ഫേസ് ചെയ്യാത്ത ഒരു സർക്കാർ ഡോക്ടർ പോലും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വാക്കാലോ അല്ലെങ്കിൽ ഈവൻ ഫിസിക്കലി അസോൾട്ട് ആയാലോ നേരിട്ട് ഒരുമാതിരി എല്ലാ ഡോക്ടർമാരും തന്നെ, പ്രത്യേകിച്ച് കാഷ്വാലിറ്റി ഡ്യൂട്ടി എടുക്കുന്ന ഡോക്ടർ, ഞാൻ കഴിഞ്ഞ 8 വർഷമായിട്ട് കാഷ്വാലിറ്റി ഡ്യൂട്ടി എടുക്കുന്ന ഡോക്ടറാണ്. നമ്മുടെ ആ ഒരു സമയത്ത് തിരക്കിലും അല്ലെങ്കിൽ ഓരോരുത്തരും ഓരോ സ്പെഷ്യാലിറ്റി കഴിഞ്ഞ് വരുന്ന ഡോക്ടർമാരാണ്. ചിലപ്പോൾ അവരുടേതല്ലാത്ത സ്പെഷ്യാലിറ്റി ചിലപ്പോൾ അവർക്ക് എക്സ്പേർട്ട് ട്രീറ്റ്മെൻറ്റ് ചിലപ്പോൾ കൊടുക്കാൻ പറ്റുന്നുണ്ടാവില്ല. പല കാരണങ്ങൾ കൊണ്ട് ചിലപ്പോൾ രോഗികൾക്ക് തൃപ്തിപ്പെടുത്താൻ പറ്റാതെ വന്നിട്ടുണ്ടാവാം. അതിനൊക്കെ അവർ കാണുന്ന ഒരു വഴി ഡോക്ടറിനെ അസഭ്യം പറയുക, അല്ലെങ്കിൽ ഡോക്ടറിനെ തല്ലുക, അല്ലെങ്കിൽ ഡോക്ടർക്കെതിരെ കേസ് കൊടുക്കുക എന്നുള്ളതാണ് ഒരു വഴി. അത് അങ്ങനെ ഒരു ട്രെൻഡായി മാറി. അത് പബ്ലിക്കിന് തന്നെ ഒരു ട്രെൻഡായി മാറി. അതിൽ ആരാണ് കുറ്റപ്പെടുത്തേണ്ടതെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയില്ല. ഓരോ സംഭവം എടുത്ത് ഇൻഡിപെൻഡൻ്റായിട്ട് അനലൈസ് ചെയ്താലേ നമുക്ക് അതൊക്കെ പറയാൻ പറ്റുള്ളൂ. പക്ഷേ പൊതുവേ നോക്കുവാണെങ്കിൽ അതിനൊരു ഏക പോംവഴി എന്ന് പറയുന്നത് ഡോക്ടർമാർക്ക് നല്ല ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന, പ്രത്യേകിച്ച് അസമയത്ത് കാഷ്വാലിറ്റി ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ ലേബർ റൂം പോലുള്ള സെൻസിറ്റീവ് ആയിട്ടുള്ള സ്പെഷ്യാലിറ്റി ഡീൽ ചെയ്യുന്ന ഡോക്ടർമാർക്ക് തീർച്ചയായും, ഡോക്ടർമാർക്ക് മാത്രമല്ല അന്ന് ഡ്യൂട്ടിയിലുള്ള എല്ലാ സ്റ്റാഫുകൾക്കും മതിയായ സുരക്ഷ നൽകേണ്ടതാണ്. പിന്നെ എപ്പോഴും ഒരു തെറ്റിന് ചെയ്യുന്നതിനെക്കുറിച്ച് അവർക്കൊരു പേടിയാവണമെങ്കിൽ അതിൻ്റെ ശിക്ഷ അത്ര കഠിനമായിരിക്കണം. അപ്പോൾ ആരും ചാടിക്കറി ഓപ്പണായിട്ട് ഒരാളെ കൊല്ലാനുള്ള ദേഷ്യമുണ്ടെന്ന് പറയും, പക്ഷെ കൊല്ലാത്ത എന്തുകൊണ്ടാണ്? അവർക്കത് ശിക്ഷയെ കുറിച്ച് പേടിയുണ്ടായിരിക്കും. അപ്പോൾ ആ കഠിനമായ ശിക്ഷ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ നാട്ടിലൊരു തെറ്റ് കുറയുള്ളൂ. ഇപ്പോൾ ഹെൽമെറ്റ് ധരിക്കാൻ ആൾക്കാർക്ക് ഹെഡ് ഇഞ്ചുറി വരും എന്നുള്ള പേടി കൊണ്ടല്ല ആരും ഹെൽമെറ്റ് ധരിക്കുന്നത്. ഹെൽമെറ്റ് ഇടാതെ പോയി കഴിഞ്ഞാൽ ക്യാമറയെ പിടിച്ച് 500 രൂപ പോക്കറ്റിൽ നിന്ന് പോകുന്നുള്ള പേടി കൊണ്ടാണ് എല്ലാവരും ഹെൽമെറ്റ് ഇടുന്നത്. അല്ലാതെ ഹെൽമെറ്റ് ഇട്ട് റോട്ടിൽ പോയാൽ തല വീഴുമല്ലോ, നമ്മുടെ തല പൊട്ടുമല്ലോ എന്നുള്ള അവയർനെസ് കൊണ്ടൊന്നുമല്ല ഞാൻ ഉൾപ്പെടെ ആരും ഹെൽമെറ്റ് ഇടുന്നത്.
തീർച്ചയായിട്ടും ഫൈൻ ഓർത്തുള്ള പേടി കൊണ്ടാണ്. അപ്പോൾ അതുപോലത്തെ കഠിനമായ ശിക്ഷ വന്നാൽ മാത്രമേ നമ്മുടെ നാട്ടിലെ തെറ്റുകൾ കുറയുള്ളൂ. തീർച്ചയായും ആശുപത്രി അക്രമത്തിനെതിരെയുള്ള ശിക്ഷകൾ ഇനിയും സ്ട്രിക്റ്റായിട്ട് എല്ലാം പാലിക്കപ്പെടണം, എല്ലാം കഠിനമാവണം. അത് ആ ഒരു ബോധത്തിലെങ്കിലും നാട്ടുകാരും പബ്ലിക്കും കുറച്ചുകൂടെ ഒരു കൺട്രോൾഡായിട്ട് ആശുപത്രി വന്നാൽ ബിഹേവ് ചെയ്യുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. സാറിൻ്റെ പേരും പൊസിഷനും? ഞാൻ ഡോക്ടർ ജയേഷ് മോഹൻ, ഇപ്പോൾ ഇവിടുത്തെ സൂപ്രണ്ടൻ്റ് ചാർജാണ്. ഇപ്പോൾ ഡോക്ടർ വന്ദന ദാസ് ഇപ്പോൾ ഈ കൊട്ടാരക്കര താലൂക്ക് ഹോസ്പിറ്റലിൽ നിന്ന് ഒരു ക്രിമിനൽ കാരണം മരണത്തിന് കീഴടങ്ങേണ്ടി വന്നൊരു ഡോക്ടറാണ്. അപ്പോൾ ഒരു ഡോക്ടർ എന്ന നിലയിൽ നടന്നുകൂടാത്ത സംഭവമായിരുന്നു, ഒരാൾക്കും സംഭവിച്ചുകൂടാത്തൊരു കാര്യമായിരുന്നു. നിർഭാഗ്യവശാൽ അങ്ങനെ ആയിപ്പോയി. ഇപ്പോൾ വേറെ എന്തെങ്കിലും ആ സമയത്തായതുകൊണ്ടാണോ അതോ പ്രതി മയക്കുമരുന്നിനോ മദ്യത്തിനോ അടിമയായിട്ടാണോ? പ്രതി നോർമലായിട്ട് പെരുമാറിയെന്നാണ് ഞാൻ അന്നത്തെ വാർത്തകളിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത്. ഇപ്പോൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ആ ടൈമിൽ. ഇപ്പോൾ ഒരു സീനിയർ ഡോക്ടർമാരില്ലാതെ പ്രതിനൊക്കെ ഇങ്ങനെ നോക്കാൻ പാടുണ്ടായിരുന്നു. അല്ല, കാഷ്വാലിറ്റി അത്യാഹിത വിഭാഗത്തിലായിരുന്നല്ലോ അവർ പരിശോധിച്ചത്. അത്യാഹിത വിഭാഗത്തിൽ ആ സമയത്ത് CMO മാത്രമേ കാണുകയുള്ളൂ.